അതായത് ഉച്ചയ്ക്ക് ഒരു 2:30 മണിയോടുകൂടിയാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്. ഞാൻ ഭക്ഷണം കഴിഞ്ഞ് കിടക്കണമായിരുന്നു. കഴിയുമ്പോൾ വീട്ടിലെ ഡോഗ് വന്ന് ഡോറ് തട്ടുക. അപ്പോൾ എന്താണെന്നറിയില്ല, അങ്ങനെ ഡോർ ഓപ്പൺ ചെയ്യലും ബ്ലസ്റ്റ് ആകണേന്. ബ്ലസ്റ്റൊക്കെ പിന്നെ പടപടപടോന്നും പറഞ്ഞുകൊണ്ട് ബട്ട് എൻ്റെ വീടിനൊക്കെ ഡാമേജ് വന്നിട്ടുണ്ട്. പക്ഷെ ഞാനതൊക്കെ ഓൾറെഡി വീഡിയോ എടുത്തു. പിന്നെ നോക്കുമ്പോഴത്തേനും നമുക്കറിയാം ഇന്നാളുടെ സ്ഥലം ഇരിക്കുള്ളൂ. വെച്ചാൽ മറ്റേ ക്ലൈമറ്റ് പറയുമല്ലോ, ഭയങ്കര ചൂട് ഉള്ള ഒരു സമയം കൂടി. ആ ചൂട് സമയം ഇത് പെട്ടെന്ന് ഒരു ചൂട് തട്ടിക്കഴിഞ്ഞാൽ വരും. സൾഫർ എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ നനവ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ സ്പാർക്കാവും സാധനം. ഒന്ന് അനങ്ങിയാൽ മതി. അങ്ങനെ സംഭവിച്ചിട്ടായിരിക്കും എൻ്റെ നിഗമനം. ഈ ആളുകളെ മുഴുവൻ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിച്ചു? അതിനെക്കുറിച്ച് എന്തെങ്കിലും? പെട്ടെന്നായിരുന്നില്ല, അവർ ഇൻസൈഡ് ആയിരിക്കും. ആ ഷെഡിനകത്ത് ആയിരിക്കാനും സാധ്യത. 10-35 പേരുണ്ടാവും എന്ന് ഉദ്ദേശം. ഉച്ചക്കത്തെ ഫുഡ് അവിടെ പാചകം ചെയ്ത് അവർ കഴിക്കാമെന്നാണ് പറഞ്ഞത്. രാവിലത്തെ കാപ്പിക്കും ഇതും വൈകിട്ട് കാപ്പിക്കും അവർ കടയിൽ വന്ന് കഴിക്കാറ് പതിവ്. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കടയുണ്ട്. സ്ഫോടനം നടന്നപ്പോൾ ഉദ്ദേശം എത്ര പേരുണ്ടായിരുന്നു എന്ന് വല്ല അറിവുണ്ടോ? 40 പേരെന്നാണ് പറയുന്നത്. 35-34 പേര്. അതിനകത്ത് ലേഡീസ് ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ. സാധാരണ ഓലപ്പടക്കം കെട്ടാൻ വേണ്ടി ലേഡീസ് ഉണ്ടാവും, മറ്റൊക്കെ ജെൻസ് ആയിരിക്കുള്ളൂ. ഞാൻ ആരൊക്കെയാണെന്നുള്ള കറക്റ്റായിട്ട് അറിയില്ല. 3 പേര് മരണപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി പറഞ്ഞത്. ഓണർ ഇട്ട് ഫസ്റ്റ് പോയെന്നാണ് പറഞ്ഞത്. സതീശനെ കൊണ്ടുപോയെന്ന് പറഞ്ഞു. ബാക്കിയുള്ള ഇപ്പോൾ ഓരോന്ന് പാക്ക് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ശരീരം ചിന്നിച്ചെറിയ അവസ്ഥയാണ്. കിടക്കുന്നു, ചാക്കിനകത്ത് വെച്ചിരിക്കുന്നുണ്ടല്ലേ. അത് അവരായിരിക്കണം. ഇപ്പം നമ്മളെ ഈ ഭാഗങ്ങൾ കാണുമ്പോൾ അവർ തന്നെയാണെന്നുള്ളത് നമുക്കൊരു നിഗമനം. നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല, അറിയാത്ത കാര്യം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇവർ ഓരോ സാധനം ഓരോ ഇതിലേക്ക് മാറ്റി വെക്കും, ഷെഡിലേക്ക്. ഫസ്റ്റ് സെക്കൻഡ് ഇങ്ങനെയുള്ള ഇതുണ്ട്. അതിൽ ഒന്നിനായിട്ടാണ് തീ പിടിച്ചത്. അതോടെ പിന്നെ എക്സ്പ്ലോസ് ആവുകയാണ്. വന്നപ്പോൾ എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ? നമ്മൾ വരുമ്പോൾ ഫയർഫോഴ്സ് കൊണ്ട് കടക്കാൻ പറ്റുന്നില്ല. ഇവിടെ മതിലും ബ്ലോക്കൊക്കെ ആയിട്ടായിരുന്നു. നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പോലീസുകാരെ അതിൽ നിന്ന് സാധനം പൊട്ടിക്കൊണ്ടിരിക്കുന്നതായിരുന്നത്. എന്നിട്ട് ഇപ്പോൾ കുറേ മുന്നേ ആയിട്ട് ഇപ്പോൾ ഇത് നനച്ചു തുടങ്ങിയത് തന്നെ. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇപ്പോഴും പൊട്ടാനും കിടക്കുന്നുണ്ട് ഈ സൈഡിലത്തെ. ഇപ്പോൾ നമ്മുടെ ഈ കാണുന്ന പറമ്പിൽ ഇവിടേക്ക് ആയിരുന്നു ബോഡികൾ കിടന്നായിരുന്നത്. ഇനിയും കിടക്കണമൊക്കെ ഉണ്ട്. ആരൊക്കെ ഇതിലെ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ബോഡികളൊക്കെ ചെതറി കിടക്കുന്ന അവസ്ഥ, അതും കാണാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഒക്കെ പീസായിട്ട് കിടക്കുന്നത്. ഇപ്പോൾ അതിൽ 2-4 പേരിനെയാണ് ഇപ്പോൾ കൊണ്ടുപോയിട്ടുള്ളത് പറഞ്ഞത്. ബാക്കി എത്ര പേരായാലും ഉണ്ട്. പിന്നെ ആദ്യത്തെ ഒരെണ്ണം പൊട്ടിപ്പോൾ ബാക്കിയുള്ളവർ ആദ്യം ഓടിന്ന് പറയുന്നുണ്ട്. ഓരോ ഷെഡിലത്തെ 3-4 ഷെഡിന്ന് പറയുന്നുണ്ട്. നമുക്ക് കറക്റ്റ് അറിയില്ല. ഇപ്പോൾ വന്നപ്പോൾ അറിഞ്ഞത് ഇങ്ങനെയാണ്. പിന്നെയും ആൾക്കാരെ കിട്ടാനുണ്ട്, എന്താണെന്ന് അറിയില്ല.